ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ എന്തിനാ അച്ഛ ഈ കല്യാണം നടത്തിയത്? പാവം ചേച്ചി, ദീപ്തി സങ്കടത്തോടെ പറഞ്ഞു. ആര് പറഞ്ഞു അവൾക്ക് ഇഷ്ടമല്ലെന്ന്? അവൾക്ക് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവൻ്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചത്? പങ്കജം പറഞ്ഞു. ഇല്ല പങ്കജം, അത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിരുന്നെങ്കിൽ അവൻ താലി കെട്ടുന്നതിന് ഇത്രയധികം എതിർക്കുമായിരുന്നോ? രാഘവൻ ചോദിച്ചു. എൻ്റെ രഘുവേട്ടാ, അവൻ പറയുന്നത് കേട്ടില്ലേ? അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നെന്ന്. ഒളിച്ചോടാനായിരുന്നു അവൾക്ക് താല്പര്യമെന്ന് പങ്കജം പറഞ്ഞു. അവൻ പറയുന്നത് സത്യം തന്നെയാണോന്ന് ആർക്കറിയാം? ആയിരുന്നെങ്കിൽ അവനിങ്ങനെ കാശ് തരുമായിരുന്നോ? അതിൽ തന്നെ എന്തോ കള്ളത്തരമുണ്ടെന്നാ തോന്നുന്നത്, രാഘവൻ പറഞ്ഞു. എന്ത് കള്ളത്തരം? കള്ളത്തരം വല്ലതും ആയിരുന്നെങ്കിൽ കാശ് തന്ന് ഇവിടുന്ന് അവളെ പിടിച്ചുകൊണ്ടുവല്ലേ ചെയ്യുക? ഇതിപ്പോ താലി കെട്ടിയല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. അത് മാത്രല്ല, അവൻ എന്നോട് പറഞ്ഞതാ അവളെ അവന് ഒരുപാട് ഇഷ്ടാണെന്ന്. അവളെ അവന് കൊടുക്കുന്നതിൻ്റെ പാരിതോഷികമാണ് ഈ 10 ലക്ഷം രൂപ എന്നും പറഞ്ഞു, പങ്കജം പറഞ്ഞു. ഇതിപ്പോ കഴുത്തിൽ താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. പിടിച്ചു കെട്ടി കൊണ്ടുപോകും പോലെ തന്നെയല്ലേ കൊണ്ടുപോയത്, രാഘവൻ പറഞ്ഞു. എൻ്റെ രഘുവേട്ടാ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാ. പോരാത്തതിന് വലിയ കോടീശ്വരനും. ആ രാമകൃഷ്ണന് എത്ര വയസ്സായി? ചെയ്യുന്നതോ കൃഷി. അയാളെക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ ഇവൻ തന്നെയല്ലേ, പങ്കജം പറഞ്ഞു. എന്നാലും പങ്കജം, രാമകൃഷ്ണൻ അവളെ വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞ് താലി കെട്ടി ഭാര്യയായി കൊണ്ടുപോകാനല്ലേ തീരുമാനിച്ചത്. ഇത് ആരും അറിയാതെ ഒളിച്ചൊരു കല്യാണം നടത്തിയതുപോലെ തോന്നുന്നില്ലേ, രാഘവൻ പറഞ്ഞു. വീട്ടുകാരും നാട്ടുകാരും അറിയാതെ അവൻ്റെ കൂടെ ഒളിച്ചോടി പോകാനായിരുന്നില്ലേ അവളുടെ തീരുമാനം? അതിനല്ലേ അവൾ ബാഗെല്ലാം എടുത്തു വെച്ച് ഒരുങ്ങിയിരുന്നിരുന്നത്. ഇതിപ്പോ നാട്ടുകാരറിഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ. നമ്മൾ അവളുടെ വീട്ടുകാരല്ലേ, നമ്മൾ അറിഞ്ഞില്ലേ, പങ്കജം പറഞ്ഞു. ഇന്നിപ്പോ രാമകൃഷ്ണൻ നാളെ കല്യാണത്തിനിടാനുള്ള ഡ്രസ്സും സ്വർണവുമായി കുറച്ചു കഴിഞ്ഞാൽ വരും. അവനോട് എന്തു പറയും, രാഘവൻ പറഞ്ഞു. അവൾ ഇന്ന് രാവിലെ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയണം. അല്ലാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരുത്തിന് നമ്മൾ അവളെ വിവാഹം കഴിച്ചു വിട്ടു എന്ന് പറയാൻ പറ്റില്ലല്ലോ, പങ്കജം പറഞ്ഞു. അമ്മേ, എന്തായാലും അവൾ ഇവിടുന്ന് പോയി കിട്ടി. അതിൻ്റെ സന്തോഷത്തിന് ഇന്ന് സദ്യ ഉണ്ടാക്കണേ, പായസം വേണം, ദിയ പറഞ്ഞു. ഗൗരി ചേച്ചി ചേച്ചിയോട് എന്ത് ചെയ്തിട്ടാ ഗൗരി ചേച്ചി ഇവിടുന്ന് പോയതിന് സന്തോഷിക്കുന്നത്, ദീപ്തി ചോദിച്ചു. എനിക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ, ദിയ പറഞ്ഞു. അവളെ എടുത്തു വച്ചിരുന്ന ബാഗ് അവരുടെ വണ്ടിയിലേക്ക് വെച്ചില്ലേ രഘുവേട്ടാ, പങ്കജം ചോദിച്ചു. ആ, അത് ഞാൻ എടുത്തു വച്ചു, രാഘവൻ പറഞ്ഞു. രാഘവൻ അപ്പോഴും എന്തോ സംശയം പോലെ നിൽക്കുന്നത് കണ്ട് പങ്കജം ചോദിച്ചു. രഘുവേട്ടന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല പങ്കജം, അവള് ജോലിക്ക് പോയി തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവളെ ഇഷ്ടാണെന്ന് പറഞ്ഞ് ഒരുത്തൻ വന്നു എന്ന് കരുതി അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, മാത്രല്ല അത് ശരിയാണോ എന്ന് അവളോട് പോലും ചോദിക്കാതെ ഈ ചെയ്തത് തെറ്റായിപ്പോയില്ലേ എന്നൊരു തോന്നൽ. അവൻ താലി കെട്ടുമ്പോൾ ഇത്രയും എതിർത്തില്ലായിരുന്നെങ്കിൽ അവൾക്കും അവനോട് ഇഷ്ടമുണ്ടെന്ന് കരുതായിരുന്നു. ഇതിപ്പോ, രാഘവൻ പറഞ്ഞു. രഘുവേട്ടാ, വെറുതെ അതും ഇതും ആലോചിച്ച് നിൽക്കാതെ ജോലിക്ക് പോവാൻ നോക്ക്. പിന്നെ ഇന്ന് തന്നെ ആ കാശ് ഡെപ്പോസിറ്റ് ചെയ്യണം, പങ്കജം പറഞ്ഞു. അയാൾ പിന്നെയും ഒന്നവിടെ ആലോചിച്ച് നിന്നതിന് ശേഷം അവിടുന്ന് അയാളുടെ റൂമിലേക്ക് പോയി. ദേവൻ ഗൗരിയെ കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവൾക്ക് ബോധം വന്നിരുന്നില്ല. വീടിനടുത്ത് എത്താറായപ്പോൾ ദേവൻ രവിയോട് പറഞ്ഞു. നിർത്ത്. രവി കാർ നിർത്തിയപ്പോൾ ദേവൻ പറഞ്ഞു. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് വായോ, നല്ല തണുത്തത് വേണം. അപ്പോൾ രവി കാറിൽ നിന്നിറങ്ങി വെള്ളം വാങ്ങാൻ പോയി. രവി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി വന്ന് കാറിൽ കയറി അത് ദേവന് കൊടുത്തു. അവൻ അത് വാങ്ങി അതിൻ്റെ ക്യാപ്പ് തുറന്ന് കുറച്ച് കുടിച്ച ശേഷം വീണ്ടും ക്യാപ്പിട്ട് കയ്യിൽ പിടിച്ചു. കാർ മാഹേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്ത് നിർത്തിയതും ദേവൻ ഡോർ തുറന്നിറങ്ങി ഗൗരി കിടക്കുന്ന സീറ്റിൻ്റെ ഡോർ തുറന്ന് അവളെ നോക്കി. അവളുടെ കവളിൽ പങ്കജത്തിൻ്റെ കൈയുടെ പാട് തിണർത്ത് കിടക്കുന്നത് കണ്ട് ദേവന് വല്ലാത്തൊരാനന്ദം തോന്നി. വീണ്ടും ആ ബോട്ടിലിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്ത് ദേവൻ ആ തണുത്ത വെള്ളം അവളുടെ തലയിലും മുഖത്തുമായി ഒഴിച്ചു. തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു. വാടി ഇവിടെ എന്ന് പറഞ്ഞ് ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിൽ നിന്നിറക്കി കൊണ്ടുവന്ന് ഡോർ തള്ളി തുറന്ന് വീടിനകത്തേക്ക് അവളെ വലിച്ചു കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് ഗൗരി വല്ലാതെ ഒച്ച വെച്ചു. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് രാമേട്ടൻ ഓടി വന്നു. ദേവൻ ഒരു പെണ്ണിനെ വലിച്ചു കൊണ്ടുവരുന്നത് കണ്ട് രാമേട്ടൻ ചോദിച്ചു. ആരെ കുഞ്ഞേ ഇത്? എന്തിനാ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത്?
ദേവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവളെ കൊണ്ടുപോയി സ്റ്റോർ റൂമിൻ്റെ ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളിലെല്ലാം തട്ടിത്തടഞ്ഞ് താഴേക്ക് വീണു. ദേവൻ സ്റ്റോർ റൂമിനുള്ളിൽ കയറി ഡോർ അടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒരുവിധം കഷ്ടപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് ദേവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ അവളുടെ കൈ കോളറിൽ നിന്ന് വിടിയിച്ച് ചുമരിലേക്ക് അവളെ ചേർത്തി നിർത്തി കൈകൾ ചുമരിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നോടുള്ള പക തീർക്കാൻ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി തന്നതിനാണോ നിങ്ങൾക്ക് എന്നോട് പക? ഗൗരി ചോദിച്ചു. ഞാൻ അങ്ങനെ എന്ത് തെറ്റാടി ചെയ്യുന്നത്? എഫിഷ്യൻ്റായ വർക്കേഴ്സ് എൻ്റെ കമ്പനി വിട്ടു പോകരുതെന്ന് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ സ്വാർത്ഥത തന്നെയാണ്. എന്നാൽ കമ്പനിക്ക് വേണ്ടി സിൻസിയറായി വർക്ക് ചെയ്തോളാം എന്ന് എഴുതി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫാമിലിയുടെയും പേരിൽ ഇൻഷുറൻസ് ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിൽ നീ എന്ത് തെറ്റാടി കണ്ടുപിടിച്ചത്? നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തെറ്റും ശരിയൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നില്ല. എനിക്കിവിടുന്ന് പോണം, ഗൗരി പറഞ്ഞു. വിടാമടി, വിടാം. നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാം. കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ കഴിയാൻ വേണ്ടി കൊണ്ടുവന്നതല്ല നിന്നെ ഞാൻ. നീ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവളല്ലേ? 1 മാസം ഞാൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ നടക്ക് നീ. അത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ സ്വതന്ത്രമായി വിടാം. അതിനുള്ളിൽ അടിമത്വം എന്താണെന്ന് പഠിപ്പിച്ചു തരാം ഞാൻ. 1 മാസം കഴിഞ്ഞ് ഈ താലിയും സിന്ദൂരവും ഇല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ നീ നടക്കുമ്പോൾ അവർ നിന്നോട് ചോദിക്കും എന്തു പറ്റിയെന്ന്. പറയാൻ ഒരു മറുപടിയില്ലാതെ തല താഴ്ത്തി നാണം കെട്ട് നിൽക്കണം നീ. ഞാൻ കെട്ടിയ താലിയാണ് ഇതെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞാ അതിനുള്ള ശിക്ഷ ഇതിലും ഭീകരമായിരിക്കും, ഓർത്തോ നീ എന്ന് പറഞ്ഞ് ദേവൻ ഗൗരിയെ ഒരു മൂലയിലേക്ക് തള്ളിവിട്ട് അവിടുന്ന് പുറത്തുപോയി ഡോർ ലോക്ക് ചെയ്തു. ഗൗരി അവിടുന്ന് എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ഓടി വന്ന് ഡോറിൽ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഡോർ തുറക്ക്, എനിക്കിവിടുന്ന് പോണം, ഡോർ തുറക്ക്. കുറച്ചു നേരം ഗൗരി അങ്ങനെ ഡോറിൽ തട്ടി വിളിച്ചു. ദേവൻ ഡ്രസ് മാറിയതിന് ശേഷം വന്ന് ഡോർ തുറന്നു. ഡോർ തുറന്നതും അവൾ അവിടുന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ച് വീണ്ടും ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്തു. ശബ്ദിക്കാതെ അടങ്ങി ഒതുങ്ങി ഇതിനുള്ളിൽ ഇരുന്നോ, ദേവൻ പറഞ്ഞു. എന്നെ വിട്, എനിക്ക് പോണം, ഗൗരി പറഞ്ഞു. ഇനി ഇവിടുന്ന് നീ എൻ്റെ സമ്മതമില്ലാതെ എവിടെയും പോകില്ല, ദേവൻ പറഞ്ഞു. ഈ നാട്ടിൽ നീതിയും നിയമവും നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടമുണ്ട്. അവിടെ നിങ്ങൾ ഇതിനുള്ള മറുപടി പറഞ്ഞേ മതിയാകൂ, ഗൗരി പറഞ്ഞു. ചെല്ലടി, വേഗം ചെല്ല്. നീതി നിയമം നടപ്പിലാക്കുന്ന ഭരണകൂടത്തിൻ്റെ അടുത്തേക്ക് നീ വേഗം ചെല്ല്. എന്നിട്ട് കാര്യം പറയ്. അകത്താകാൻ പോകുന്നത് നീയാ. പ്രണയം നടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടി എന്നെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞോളാം. എൻ്റെ കൂടെ 2-3 ആൾക്കാരെ കൂടെ കൂട്ടിക്കോളാം. നിന്നിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് ദേവൻ പറഞ്ഞു. അത് കേട്ട് ഗൗരി ആകെ തളർന്നു. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. ദേവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ച് അവിടുന്ന് പുറത്തു പോയി ഡോർ ലോക്ക് ചെയ്തു. ദേവൻ അവിടുന്ന് ലിവിംഗ് റൂമിലെത്തി രവിയെ ഉറക്കെ വിളിച്ചു. രവി. രവി പുറത്തു നിന്ന് ഓടി വന്നു. അവനെ കണ്ടപ്പോൾ ദേവൻ പറഞ്ഞു, വണ്ടിയെടുക്ക്, പോവാം. അപ്പോൾ രാമേട്ടൻ ചോദിച്ചു, കുഞ്ഞേ കഴിക്കുന്നില്ലേ? വേണ്ട എന്ന് പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോയി. ഓഫീസ് ടൈം ആയിട്ടും ഗൗരിയെ കാണാത്തതുകൊണ്ട് ദീപയ്ക്ക് ടെൻഷനായി. എന്തു പറ്റിയാവോ? നാളെ അവളുടെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായിന്നറിയില്ലല്ലോ. വിളിച്ചു നോക്കാൻ ഫോൺ പോലും ഇല്ല, ദീപ ചിന്തിച്ചു. ദീപ രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. രാജീവ്, ഗൗരി ഇന്ന് ലീവ് പറഞ്ഞിരുന്നോ? അവള് വന്നിട്ടില്ല, ദീപ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല ദീപ ചേച്ചി. സാറിന്നലെ വലിയ ദേഷ്യത്തിലായിരുന്നല്ലോ. ഇനി അവളോട് വരണ്ട പറഞ്ഞോന്നറിയില്ല, രാജീവ് പറഞ്ഞു. ദേവൻ അവളോട് വരണ്ടാന്ന് പറഞ്ഞെങ്കിൽ കണക്ക് സെറ്റിൽ ചെയ്ത് ടെർമിനേഷൻ അടിക്കാൻ പറയുമായിരുന്നില്ലേ? ദേവൻ രാജീവിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ദീപ ചോദിച്ചു. സാറ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, രാജീവ് പറഞ്ഞു. എനിക്ക് മറ്റൊരു ടെൻഷനുണ്ട് രാജീവ്. ആ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുമായി നാളെ അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് വീട്ടിൽ നിന്നിറങ്ങി തിരികെ ചെല്ലില്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മരിക്കുമെന്നും പറഞ്ഞിരുന്നു, ദീപ പറഞ്ഞു. അത് കേട്ട് രാജീവ് ഒന്ന് ഞെട്ടി. ദീപ ചേച്ചി എന്താ ഈ പറയുന്നേ? രാജീവ് ചോദിച്ചു. അതെ രാജീവ്, അയാളും അയാളുടെ കല്യാണം മുടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കല്യാണത്തിന് തൊട്ട് മുൻപ് ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ പറഞ്ഞിരുന്നു, ദീപ പറഞ്ഞു. നാളെയാണ് കല്യാണം തീരുമാനിച്ചത് എന്നല്ലേ പറഞ്ഞത്? ഇന്ന് ഞാൻ അവളുടെ വീട്ടിലൊന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കാം, രാജീവ് പറഞ്ഞു. വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വിളിക്കണേ രാജീവ് എന്ന് പറഞ്ഞ് ദീപ അവിടുന്ന് പോയി.